आसमां के पार मेरा यीशु रहता वहाँ। कंटिन्यू करें पास्टर। കർത്താവിനോട് ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അത് അവരാവശ്യപ്പെട്ടത്, യേശുവെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, ഞങ്ങളുടെ മതം ഞങ്ങളെ ഒത്തിരി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങ് പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. चेलों ने कहा हमें प्रार्थना करने सिखाए, और हमें तो प्रार्थना करने के लिए मालूम है, ताकि हमारे जो धर्म है हमें सिखाया है, फिर भी हमें प्रार्थना करने के लिए सिखाए। യേശുവിനോട് അവരാരും ഈ അപ്പത്തെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതൊന്ന് പറഞ്ഞു തരണമേ, അല്ലെങ്കിൽ എങ്ങനെയാണ് രോഗികളെ സൗഖ്യമാക്കുന്നത് പറഞ്ഞു തരണമേ, എങ്ങനെയാണ് പേര് വിളിക്കുന്നത് പറഞ്ഞു തരണമേ, ഇതൊന്നും ആയിരുന്നില്ല അവരാവശ്യപ്പെട്ടത് യേശുവെ ഞങ്ങൾക്ക് നീ പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം, പഠിപ്പിക്കണേ കർത്താവേ. और जिस प्रकार किसी का नाम बुलाते हैं वैसा नहीं है, और जो रोटी को ऊपर जो चमत्कार करना नहीं तो और अन्य जो चमत्कार बात करना वो नहीं है, हमें आप प्रार्थना करना सिखाए करके केवल इस बात पर यीशु मसीह की चेले ने यीशु मसीह से पूछा। കാരണം ശിഷ്യന്മാർക്ക് യേശുവിന്റെ കൂടെ നടന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, യേശുവിന്റെ രഹസ്യം എന്ന് പറയുന്നത് യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതമാണ്. और हमें मालूम है यीशु मसीह की जो गुप्त जो जीवन जो है और जो विजय का वो है प्रार्थना जीवन है करके अपनी चेलों को समझ में आ गया, इसलिए उन्होंने प्रार्थना के लिए बोला। കാരണം നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് പല സ്ഥലങ്ങളിൽ യേശുവിന്റെ പ്രാർത്ഥനയെക്കുറിച്ചോ യേശുവിന്റെ പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. और लूका रचित सुसमाचार में अगर हम देखे जाए कई जहां पर प्रार्थना के संबंधित विषयों में बताया गया है। 4-ാം അധ്യായം 42-ാം വാക്യം. इतने बस है ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 42-ാമത്തെ വാക്യം. लूका रचित सुसमाचार अध्याय 4 उसका 42वीं वचन में वहां पर प्रार्थना के विषय में हम जानते हैं। അവിടെ പറയുന്നു, നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി, പുരുഷാരം അവനെ തിരഞ്ഞൊരു അരികത്ത് വന്നു. അവൻ എന്തിനാണ് നിർജ്ജന പ്രദേശത്തേക്ക് പോയി എന്നുള്ളത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം അതിന് മറുപടി പറയുന്നു. और लूका सुसमाचार अध्याय 4 उसका 42 वचन में हम जानते हैं कि आमे जब दिन हुआ तो आमे वो निकल कर एक सुनसान जगह में गया, और भीड़ की भीड़ उसे ढूंढती हुई। और क्यों वो सुनसान जगह पर गया करके हम देखे तो मरकुस ने सुसमाचार अध्याय 1:35 में लिखा है, वो जो सुनसान जगह पर वो प्रार्थना करने के लिए गया। ഹല്ലേലൂയ. അപ്പോൾ യേശു അതിരാവിലെ പോയി പ്രാർത്ഥിക്കും. ഒരു ദേവദാസൻ പറഞ്ഞത്, അതിരാവിലെ എന്ന് പറഞ്ഞാൽ നേരം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 3 മണി മുതൽ ജനമെല്ലാം തിരക്കി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 6-7 മണി, അത്രയും മണിക്കൂർ എല്ലാ ദിവസവും കുറഞ്ഞത് 4 മണിക്കൂർ യേശു പ്രാർത്ഥിച്ചു. और दिन निकलने से पहले ही जो कुछ लोग ऐसे कहते हैं सवेरे तड़के उठकर 4 घंटे तक यीशु मसीह लगातार प्रार्थना किया करते हैं। 4 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് പിന്നെ ആ ദിവസം മുഴുവനും യേശു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. यीशु मसीह ने 4 घंटे ऐसे प्रार्थना करने के बाद सुसमाचार प्रचार किया और अनेक अद्भुत और चमत्कार काम किए, दुष्ट आत्मा को निकाला, सुसमाचार की जो स्वर्ग राज्य की प्रचार किया। ഭൂതങ്ങളെ പുറത്താക്കുന്നത് യേശുവിനെ ഒറ്റ സെക്കൻഡ് ഉണ്ട്, പുറത്തു പോയി എന്ന് പറയുമ്പോൾ പുറത്തു പോകും. जो एक ही सेकंड में दुष्ट आत्मा को निकल जा कहते हुए वो दुष्ट आत्मा निकल जाते थे। കുഷ്ഠരോഗിയെ തൊടുമ്പോൾ ക്ഷണത്തിൽ സൗഖ്യമാകും. कोड़ियों को यीशु मसीह ने चंगाई किया, जो कुछ समय कुछ देर के अंदर ही वे चंगे होते थे। നിന്റെ മകൻ സൗഖ്യമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ അതേ സമയത്ത് കിലോമീറ്ററുകൾക്കപ്പുറം ആ മകൻ സൗഖ്യമാകും. जो हालेलुया उनकी किसी से कहा तेरी बेटा चंगे हो जाए करके कहते हुए कई किलोमीटर के अंदर भी है उनकी जो घर है, और वहां पर इतनी दूरी में भी उनकी चंगाई मिलता था।
പക്ഷേ അതെല്ലാം സംഭവിച്ചത് യേശു 4 മണിക്കൂർ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥനയിൽ പിതാവുമായി സമയം ചെലവിടുമായിരുന്നു. हर दिन 4 घंटे प्रतिदिन पिता परमेश्वर के साथ प्रार्थना में यीशु मसीह समय बिताया करता. ഇനി അതിന് അഞ്ചാം അധ്യായത്തിൽ അവിടെ ഒരു വാക്കുണ്ട്, 16-ാമത്തെ വാക്യം, 5:16. और लूका रचित सुसमाचार 5वीं अध्याय की 16वीं वचन में वहां पर एक वचन है. അവിടെ പറയുകയാണ്, അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. और परंतु वो जंगलों में अलग जाकर प्रार्थना किया करता था. 15-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ പറയും, അവനെ കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. യേശു ഭയങ്കര ഫേമസ് ആയി. വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും വ്യാധികൾക്ക് സൗഖ്യം കിട്ടുന്നതിനും കൂടി വന്നു. അവരെല്ലാം വരുമ്പോഴും യേശു മാറിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. 15वीं आयत में लूका रचित सुसमाचार 5वीं अध्याय का 15वीं वचन में लिखा है, परंतु उसकी चर्चा और भी फैलती गई. और लेकिन उनकी चर्चा तो फैलती गई, लेकिन 16वें वचन में लिखा है, परंतु वो तो जंगल में अलग जाकर प्रार्थना किया करता था. परंतु हमें अलग होकर प्रार्थना कर रहा है. आमीन. जंगलों में अलग जाकर प्रार्थना किया करता था. ഒരു ലാംഗ്വേജിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഹി ഓഫൻ വിഡ്രൂ ഹിംസെൽഫ്. അവൻ ഇങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുന്ന കാണാം. പെട്ടെന്ന്, ഞങ്ങളുടെ മലയാളത്തിൽ പറഞ്ഞ ആള് മുങ്ങുമായിരുന്നു. പെട്ടെന്ന് സ്കൂട്ടായിട്ട് एक ट्रांसलेशन में ऐसे दिया गया है, और सभी भीड़ में वो खड़ा रहता है, अचानक वो गायब हो जाता है, पता नहीं कहां जाता है, कि वो प्रार्थना के लिए चले जाते हैं. നമ്മളൊക്കെ നോക്കും, പെട്ടെന്ന് ആളെ കാണത്തില്ല, പത്താനെ എവിടെ പോയി ചോദിക്കാൻ ഫോൺ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ യേശു അങ്ങനെ ആയിരുന്നില്ല. യേശു പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. और यीशु मसीह जाकर अलग होकर वो प्रार्थना करते रहा. തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ 17-ാമത്തെ വാക്യത്തിൽ കാണുന്നു, സൗഖ്യമാക്കുവാൻ യേശുവിന്റെ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. और 17वीं वचन में हम जानते हैं, लूका रचित सुसमाचार 15वीं अध्याय के 17 वचन में लिखा है, और चंगा करने के लिए प्रभु की सामर्थ्य उसके साथ थी. 6-ാം അധ്യായം 12-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ. और 6वीं अध्याय के भी 12वें वचन में हम जानते हैं, और അവിടെ കാണുന്നു, ആ കാലത്ത് അവൻ उन दिनों में वो पहाड़ पर प्रार्थना करने गया, और परमेश्वर से प्रार्थना करने में सारी रात बिताई. അപ്പൊ 3 കാര്യം കണ്ടു. ഒന്ന്, യേശു അതിരാവിലെ പ്രാർത്ഥിച്ചു. യേശു കൂടെ മാറിപ്പോയി പ്രാർത്ഥിക്കുമായിരുന്നു. യേശു മലയിൽ പോയി രാത്രി മുഴുവൻ പ്രാർത്ഥന കഴിക്കുമായിരുന്നു. 3 बात प्रार्थना संबंध यीशु की प्रार्थना जीवन के संबंध हम देख सकते हैं. आदि सवेरे तड़के उठकर वो प्रार्थना किया करता था, और भीड़ में से अलग होकर वो समय निकाल कर प्रार्थना किया करता था, और रात में प्रार्थना में वो समय बिताता था. ഇവിടെ പറയുന്നത് യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നൊരു ഭാഗത്ത് കാണാൻ കഴിയും. और यीशु मसीह से सामर्थ्य निकला करके, और हम यहाँ पर पढ़ सकते हैं, യേശു शरीर यीशु मसीह की शरीर से सामर्थ्य निकला. ഹല്ലേലൂയ. हालेलुया. അപ്പോ ഇവർക്ക് മനസ്സിലായി ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം മറ്റൊന്നുമല്ല, യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതമാണ്. और ये चेलों के समझ में आया, इतनी बड़ी चमत्कार है, अद्भुत काम यीशु के द्वारा जो हो रहा है, इसके पीछे एक रहस्य है, एक गुप्त बात है, वो केवल प्रार्थना है, उसके अलावा नहीं हो सकता है करके चेलों को समझ में आया. അപ്പോൾ ദൈവത്തിന്റെ പുത്രനായ യേശുവിന് പ്രാർത്ഥന ഇത്ര മാത്രം ആവശ്യമായിരുന്നുവെങ്കിൽ, അത്രമാത്രം ഇമ്പോർട്ടൻസ് പ്രയർ ലൈഫിന് ഉണ്ടായിരുന്നുവെങ്കിൽ, നമുക്കും അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. परमेश्वर की पुत्र होने के बावजूद भी प्रभु यीशु मसीह की जीवन में इतनी जरूरी का प्रार्थना जीवन है, तो हम साधारण मनुष्य हैं, हमारे जीवन में कितनी अधिक मूल्य होना चाहिए प्रार्थना जीवन के लिए. യേശു ഈ ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിപ്പാനാണ്. പക്ഷെ യേശു വന്നതിന്റെ പിന്നിൽ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. നാം ആരാണ് എന്ന് നമ്മെ കാണിക്കാൻ
നമ്മുടെ മാതൃകയായി യേശു നമ്മുടെ മുമ്പിൽ വന്നു ജീവിച്ചു കാണിച്ചു. और हालेलुया, प्रेज लो, यीशु मसीह पापियों को उद्धार देने आया. नंबर दूसरी, हम कौन है, हम हमारी एक पहचान बढ़ाए और यीशु मसीह के सामने एक नमूना जीवन जीने के लिए यीशु मसीह संसार में आया. സുവിശേഷം 3-ാം അധ്യായം 38-ാം വാക്യം പറയുന്നത് നാം ആരാണെന്ന് പറയും. लूका रचित सुसमाचार എത്ര ഭാഷ? 3:38 लूकानो लूक 3:38. और लूका रचित सुसमाचार 3रे अध्याय का 38वीं वचन में लिखा है, हम कौन हैं कहा करके वहां दिया गया है. അത് പറയുന്നു ആദാം ദൈവത്തിന്റെ മകൻ. वहां पर लिखा है और वो एनोश का और वो शेत का और वो आदम का और वो परमेश्वर के पुत्र था. അപ്പോൾ ആദാം ആരാണ്? परमेश्वर के पुत्र. और आदम कौन है? वो परमेश्वर के पुत्र है. അപ്പൊ മനുഷ്യൻ ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്. और मनुष्य कौन है? परमेश्वर की संतान है. സ്തോത്രം. ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. और आदम को परमेश्वर ने किस तरीके से उनको परमेश्वर ने बनाया और अपने स्वरूप के अनुसार और परमेश्वर ने बनाया. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ആ ഏദേൻ തോട്ടത്തിൽ ദൈവം ആ മണ്ണെടുത്ത് ഉണ്ടാക്കുന്നത് ആരെയാണ്? ശരിക്കും മനുഷ്യനെയല്ല, ശരിക്കും തന്റെ മകനെയാണ് സൃഷ്ടിക്കുന്നത്. और यदन वाटिका में और केवल एक मनुष्य को परमेश्वर नहीं बनाया और अपने पुत्र को बनाया. ഹല്ലേലൂയ. സിംഹത്തെ ഉണ്ടാക്കി, കാളയെ ഉണ്ടാക്കി, മരങ്ങളെ ഉണ്ടാക്കി, അങ്ങനെ ഒരു മനുഷ്യനെ ഉണ്ടാക്കി എന്നല്ല, ദൈവം തന്റെ മകനെയാണ് ഉണ്ടാക്കുന്നത്. शेर को बनाया और बैल को बनाया, आदि जानवरों को बनाया, लेकिन साथ वहां पर आप देख सकते हैं परमेश्वर ने अपने पुत्र को बनाया. ഹല്ലേലൂയ. എന്നിട്ട് തന്റെ ജീവശ്വാസം ആ മനുഷ്യനിലേക്ക് ഊതിയപ്പോൾ മനുഷ്യർ, നമ്മൾ ജീവനുള്ള ദേഹികളായി മാറി. അങ്ങനെയാണ് നമ്മുടെ ഉൽപ്പത്തി. जब उनकी जीवन की श्वास हमारे ऊपर जो फूका था कि हम एक जीवित बन गए हैं करके वहां पर हम देख सकते हैं. കുരങ്ങിൽ നിന്നുണ്ടായതല്ല പ്രിയമുള്ളവരെ, നാം ദൈവ മക്കളായി നമ്മെ സൃഷ്ടിച്ചതാണ്. और केवल एक मनुष्य के रूप में नहीं बनाया मेरे प्यारों, हमें परमेश्वर के बच्चों के रूप में, हम परमेश्वर के पुत्र और पुत्रियां हैं, हमें उन्होंने बनाए हैं. നമ്മൾ കുരങ്ങിൽ നിന്നുണ്ടായതല്ല. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ പട്ടിയായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ വേറെന്തോ ആയിരുന്നു, ഈ ജന്മത്തിൽ മറ്റെന്തോ ആണ്, അടുത്ത ജന്മത്തിൽ നോ 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 നോ. നമ്മുടെ ഉൽപ്പത്തി വിവരം വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും തന്റെ മകനായി നമ്മെ ഉണ്ടാക്കി. हम एक बंदर से मनुष्य नहीं बनाएंगे और पुराना जन्म में और कोई अवस्था से हम जन्म नहीं हुए हैं. और बाइबल ये कहती है हमें परमेश्वर के पुत्र और पुत्री के रूप में बनाया है. നമ്മൾ കർമ്മയുടെ ഫലമായി ഉണ്ടായതല്ല. നമ്മൾ ദൈവം പറഞ്ഞു നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന ആ ആഗ്രഹത്തിൽ നിന്ന്, ആ തീരുമാനത്തിൽ നിന്നുണ്ടായവരാണ് ഞാനും നിങ്ങളും. वो कर्मा के फल के अनुसार हमें नहीं बनाए गए हैं. परमेश्वर ने मनुष्य को अपने स्वरूप के अनुसार और बनाया है करके हम जान सकते हैं मेरे प्यारों. कर्मा के अनुसार नहीं, प्रभु की इच्छा के अनुसार प्रभु ने हमें बनाया, पिता ने हमें बनाया. हालेलूया. പറഞ്ഞാട്ടെ, എന്നെ ദൈവം അവന്റെ പിതാവിന്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഉണ്ടായത്. आप लोग ये बात कही है, परमेश्वर की इच्छा के अनुसार मुझे बनाया है. ആമേൻ. യോഹന്നാൻ പറയുന്നു, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നു. और देखो हम पुत्र कहलाए गए हैं, पुत्री कहलाए हैं और परमेश्वर ने कितने अधिक प्रेम हमें दिया गया है. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ആദ്യം ആദാം കണ്ടത് ആരെയാണ്? और सबसे पहले आदम ने किसको देखा है? പിതാവിനെ. और पिता परमेश्वर को देखा है. ആദാം ആദ്യം കേട്ട ശബ്ദം ആരുടേതാണ്? और आदम ने कौन सा शब्द सुना है? പിതാവിന്റെ ശബ്ദം. पिता परमेश्वर की शब्द आवाज.
ആദാമിന്റെ ലോകം, ആ ദുനിയ ആരുടെയായിരുന്നു? ആരായിരുന്നു ആ ലോകം? और ये जो आदम की जो दुनिया था वो क्या था? പിതാവിന്റെ ലോകം. पिता परमेश्वर की वो दुनिया था. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആദ്യത്തെ പ്രഥമമായ ബന്ധം എന്താണ്? പിതാവും പുത്രനും മകനും തമ്മിലുള്ള ബന്ധമാണ്. मनुष्य और परमेश्वर के बीच में अनमोल रिश्ता क्या है? वो परमेश्वर के पुत्र है और वो हमारा पिता है. ആ ബന്ധത്തിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരാനാണ് യേശു നമ്മളിലേക്ക് ഇറങ്ങി വന്നത്. उसे जो रिश्ताओं में वापस आने के लिए परमेश्वर पिता ने अपने पुत्र को संसार में भेजा. എന്നിട്ട് യേശു ജീവിച്ച് കാണിച്ചു, മകളെ, മകനെ, ഇതുപോലെ വേണം നീ ജീവിക്കാൻ. यीशु मसीह ने अपने 3.5 साल ही दुनिया में था, अपने जीवन के द्वारा नमूना दिखाया, बेटा और बेटी जैसे मैंने जीवन बिताया वैसे तुम्हें भी जीवन बिताना है ये संसार में. यीशु सिर्फ हमारे लिए एक नमूना नहीं है, वो हमारा नमूना है. हालेलुया, ആമേൻ. നമുക്ക് വേണ്ടിയുള്ള ഒരു മാതൃക മാത്രമല്ല, നമ്മുടെ മാതൃകയാണ്. ഒറിജിനൽ ഡിസൈൻ അതാണ് യേശുവാണ്. हमारे एक नमूना है और हमारे सारे लोगों के लिए एक नमूना है और एक ओरिजिनलिटी को हम यीशु मसीह के जीवन के बारे में हम देख सकते हैं. എന്നിട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ, യേശു എനിക്ക് വേണ്ടിയുള്ള മാതൃക മാത്രമല്ല, യേശു എന്റെ മാതൃകയാണ്. केवल हमें सभी का एक नमूना नहीं है, मेरा खुद का नमूना भी है यीशु मसीह करके बोलकर आप प्रार्थना करें. ഹല്ലേലൂയ, हालेलुया. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചതല്ല, യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതാണ്. എന്താ തമ്മിലുള്ള വ്യത്യാസം? പ്രാർത്ഥന പഠിപ്പിച്ചായിരുന്നെങ്കിൽ നമ്മൾ ആ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. പക്ഷെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് കൊണ്ട് നമ്മളുടെ ജീവിതം ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന മാതൃക നമുക്ക് പറഞ്ഞു തരികയായിരുന്നു യേശു. प्रार्थना नहीं, प्रार्थना करने के लिए सिखाया. उसके अर्थ यही है कि वो प्रार्थना करने की और वजह से हमारा जीवन यीशु मसीह के जो नमूने के अनुसार हमारे जीवन भी हो जाएंगे, इसलिए उन्होंने प्रार्थना करने सिखाया. എന്ന് പറഞ്ഞേ, അതൊരു പ്രാർത്ഥന പഠിപ്പിക്കുകയായിരുന്നില്ല, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. केवल बातों के द्वारा एक प्रार्थना जो परंपरा के तौर पर सिखाया नहीं है, वो प्रार्थना करने सिखाया है. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ യേശു പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. लूका सुसमाचार 11वीं अध्याय की दूसरी वचन में लिखा है, और उसने उसे कहा, जब तुम प्रार्थना करो तो कहो, हे पिता. ആമേൻ. ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന, ഗ്രേസ് എന്ന് പറയുന്ന ആ ഡിവൈസിൽ ഒരു അമ്മയും മോനും അടുത്തിരിക്കുന്നത് കണ്ടോ? और ग्रेस ऑफ गॉड में जो एक माँ और बेटा है, അവർ നിങ്ങൾ രണ്ടുപേരും ഇവിടെ അടുത്തിരുന്നേ और वो दोनों एक साथ बैठे हुए. അപ്പൊ യേശു നമുക്ക് പറഞ്ഞു തരികയാണ്, ആ മോൻ ഇപ്പം മമ്മിയോട് സംസാരിച്ചാൽ എങ്ങനെ സംസാരിക്കുമോ അതാണ് പ്രാർത്ഥന. और जैसे ग्रेस ऑफ गॉड करके जो एक माता जी एक बेटे जो बैठे हुए हैं, वो जिस प्रकार अपने माता जी से बात करता है उस प्रकार हमें प्रार्थना करना है. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം വാക്കുകളല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രഥമമായും ഒരു ബന്ധമാണ്. അത് केवल एक बात नहीं है, प्रार्थना और परमेश्वर के बीच में हमारा एक रिश्ता है. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പരം പവിത്ര പരമേശ്വർ ആസ്മാൻ മേ വിരാജമാൻ ഇങ്ങനതൊന്നും പറയേണ്ട കാര്യമില്ല. പാപ്പ എന്ന് മാത്രം വിളിച്ച് ഹൃദയം തുറക്കേണ്ടതാണ് പ്രാർത്ഥന. आसमान में विराजमान परमेश्वर करके बोलकर ऐसे प्रार्थना करने की कोई जरूरत नहीं है. हे पिताजी करके पुकार कर प्रार्थना कर सकते हैं. हालेलुया. पापा
पिताजी करके बुलाकर प्रार्थना कर सकते। നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് പാസ്റ്റർമാരോ അല്ലെങ്കിൽ നമ്മളെക്കാളും മുമ്പേ സീനിയർ ആയിട്ടുള്ള നമ്മുടെ വിശ്വാസികളൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ട് അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ നമ്മൾ പ്രാർത്ഥന പഠിക്കുന്നത്. और कई बार हम ऐसे प्रार्थना सीखते हैं, हमारे जो सीनियर, हमारे जो पुराने जो पास्टर हैं, जो सीनियर पास्टर्स हैं, उनको देखकर, उनकी शर्तों को देखकर हम प्रार्थना करते हैं. അതുപോലെ ആ വാക്കുകൾ ചിലപ്പോഴൊക്കെ കോപ്പി അടിക്കും പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ. जैसे उनकी प्रार्थना है वैसे हम उनकी प्रार्थना बिल्कुल नकल करके प्रार्थना करते हैं. ഒരു കുഞ്ഞ് ഒരിക്കലും എന്റെ അമ്മയോട് എന്റെ പപ്പയോട് എങ്ങനെ സംസാരിക്കണം എന്ന് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കത്തില്ല. അവൻ അവന്റെ ഹൃദയം തുറന്ന് വാ തുറന്ന് അവൻ സംസാരിക്കുകയാണ്. एक बच्चे अपनी माताजी से पढ़ करके सीख कर बातचीत नहीं करता है, और वो अपने हृदय की बातें अपने माताजी से, अपने पिताजी से वो शेयर करता है. ഒന്ന്, യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ നാം പ്രാർത്ഥിക്കണം. और यीशु ने जैसे हमें सिखाया वैसे हम भी प्रार्थना करना है. ബന്ധത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. നമുക്കും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തിരിച്ചറിയണം. और हमें और परमेश्वर के बीच में कौन से रिश्ता है, ये बातों को समझते हुए हमें प्रार्थना जीवन में आगे बढ़ना बहुत जरूरी है. രണ്ട്, ദൈവം ആരാണെന്ന് മനസ്സിലാക്കണം, നാം ആരാണെന്ന് മനസ്സിലാക്കണം. नंबर दूसरा है परमेश्वर कौन है और हम कौन है. इन बातों को समझकर हमें प्रार्थना करना है. പരമേശ്വർ പിതാവാണെങ്കിൽ നമ്മൾ സംശയമൊന്നും വേണ്ട, മക്കൾ തന്നെയാണ്. अगर परमेश्वर हमारे पिता है तो कोई संदेह करने की जरूरत नहीं है कि हम उनके बेटे और बेटियां हैं. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया. ആമേൻ. ആ ബന്ധമായിട്ട് ആ ബന്ധം എപ്പോഴും ഉള്ളിൽ വേണം. उस रिश्ताओं की गहराई में जाते हुए हमें प्रार्थना जीवन में आगे बढ़ना है. ഇങ്ങനെ പാപിയെ പോലെ ദൂരെ നിന്ന് പ്രാർത്ഥിക്കരുത്. മക്കളെ പോലെ സ്നേഹത്തോടെ അടുത്തു വന്ന് ഹൃദയം തുറന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കണം. पापी की समान दूर करी होकर प्रार्थना नहीं करना है. बेटे और बेटियां की जैसे आकर पिताजी के पास आकर अपने हृदय को परमेश्वर के सामने समर्पण करते हुए आप उनसे प्रार्थना करना है. പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു, ഒന്ന് പിതാവിനെ അറിയണം, രണ്ട് നമ്മെ അറിയണം. അതിൽ ദൈവം പിതാവാണ്, നാം മക്കളാണ്. ഇത് രണ്ടും ഉണ്ടാകണം. और हालेलुया, पिता को जानना है, हम कौन है, हम बेटे और बेटियां हैं. इस बात को जानकर प्रार्थना करना है. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവും നാമം കൂടെ ചേർന്നുള്ള പ്രവർത്തനമാണ് പ്രാർത്ഥന. और प्रार्थना जो है हम और परमेश्वर और हमारे बीच में जो कार्य होता है वही है प्रार्थना. ഇറ്റ് ഈസ് പാർട്ട്ണറിംഗ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. और परमेश्वर के बीच में एक साथ कार्य करता है. അപ്പം അവിടെ പറയുന്നു, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. और वहां में लिखा है तेरे राज्य आए और जैसा आमीन हालेलुया, तेरा नाम पवित्र माना जाए, तेरे राज्य आए और जैसा तेरी इच्छा हो जाए. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. तेरी इच्छा जैसे स्वर्ग में है वैसे पृथ्वी पर भी हो. അപ്പൊ അത് നമ്മൾ പറയണം. और उस बात को हमें बोलना बहुत जरूरी है. നമ്മൾ ആവശ്യപ്പെടുമ്പോഴാണ് സ്വർഗം പ്രവർത്തിക്കുന്നത്. हम जब हमारी जरूरतों को परमेश्वर से मांगते हैं उस समय परमेश्वर हमारे लिए कार्य करते हैं. ഇതിപ്പോ നമ്മുടെ ഇലക്ഷൻ വരാൻ പോവാണ്. നമ്മളെ ചാടി കയറിയിട്ട് BJP വരല്ലേ, കോൺഗ്രസ് വരണം, അല്ലെങ്കിൽ കോൺഗ്രസ് വരരുത്, BJP വരണം, ഇങ്ങനെയൊന്നും അല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ആദ്യം പിതാവിന്റെ ഇഷ്ടം മനസ്സിലാക്കണം. അടുത്തത് ആരാണ് പിതാവ് ഈ ഇന്ത്യയെ ഭരിക്കാൻ അങ്ങ് ഏൽപ്പിക്കുന്നത്. കാരണം ദൈവമാണ് രാജാക്കന്മാരെ നിയമിക്കുന്നതും നമ്മുടെ പിതാവാണ് രാജാക്കന്മാരെ മാറ്റുന്നതും.
और हम कई बार जो इलेक्शन के टाइम पर प्रार्थना करते हैं, वो पार्टी नहीं आए, ये पार्टी नहीं आए करके हम प्रार्थना करते हैं, वैसा नहीं है। परमेश्वर जानता है कि कौन पर किसी को राजा बनाता है, वो परमेश्वर का हाथ में है। इसलिए इलेक्शन, अभी चुनाव आने वाला है, इसलिए हम परमेश्वर की इच्छा के अनुसार प्रार्थना करना है। നമ്മൾ ആദ്യം ഇഷ്ടം മനസ്സിലാക്കിയിട്ട് ആ ഇഷ്ടം ഈ ഭൂമിയിൽ നടക്കാൻ പ്രാർത്ഥിക്കണം. और परमेश्वर की इच्छा को समझकर ये धरती पर होने के लिए परमेश्वर की इच्छा के अनुसार प्रार्थना करना है। അത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ പപ്പയുടെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ അറിയണം. और हालेलुया प्रेज़ द लॉर्ड, जैसे हमें हालेलुया प्रेज़ द लॉर्ड, जैसे हमारे पिताजी की इच्छा है वैसे हमें हालेलुया प्रेज़ द लॉर्ड प्रार्थना करना है। प्रार्थना करने के पहले परमेश्वर की इच्छा को भी जानना है. अरे प्रार्थना करने से पहले हालेलुया. परमेश्वर की इच्छा को जानना बहुत जरूरी है। അപ്പൊ ആദ്യം ബന്ധം വേണം, രണ്ട് അപ്പന്റെ ഹൃദയം അറിയണം. और हालेलुया पहले परमेश्वर की इच्छा को जानना है, उसके बाद हम जो पहले परमेश्वर की इच्छा को जानना है, उसके बाद हमारे और परमेश्वर के बीच में जो रिश्ता है उसको जानना जरूरी है। നമുക്ക് അത് എങ്ങനെ അറിയാം? വചനത്തിൽ നിന്ന് അറിയാം. और परमेश्वर की वचन से जानना है। രണ്ട് പിതാവുമായുള്ള ആ ബന്ധത്തിൽ, ആ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. और पिताजी के बीच में जो आपस में हम जो बातचीत करते हैं, उसी में से हम जान जाते हैं कि हमारा जो परमेश्वर के बीच में रिश्ता। വചനം പറയുന്നു, തന്റെ ഭക്തന്മാരോട് പറയാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. पवित्र शास्त्र ऐसे कहता है, अपने भक्तों को बिना बताए परमेश्वर कुछ भी नहीं करता। നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. हम मिलकर प्रार्थना करें। രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് തെളിവായി വരട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. दो बात तुम्हें प्रकाशन में आप आए करके मैं प्रार्थना करता हूं। ഒന്ന്, പിതാവ് നാമും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. और पिताजी और हमारे बीच में जो रिश्ताओं में जो गहराई के लिए मैं प्रार्थना करता हूं। അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. वही है हमारी विश्वास की प्रथम नींव। അതാണ് നമ്മുടെ പ്രാർത്ഥനയിലെ നമ്മുടെ അധികാരം. वो है हमारी प्रार्थना की अधिकार। അതാണ് നമ്മുടെ ഉറപ്പ്. वो है हमारा प्रार्थना की दृढ़ निश्चय। രണ്ട്, പിതാവിന്റെ ഹൃദയം അറിയണം. पिता परमेश्वर का मन यही है। അതിന് ഇടനിലക്കാർ ആവശ്യമില്ല. और उसके बीच में कोई मध्यस्थता की जरूरत नहीं है। നമുക്ക് നേരിട്ട് പിതാവിൽ നിന്ന് കേൾക്കാം. और पिता से हम सुन सकते हैं। കർത്താവേ, ഈ ജനത്തിന്റെ മേൽ പിതാവിനെ കുറിച്ചുള്ള പരിജ്ഞാനവും അങ്ങയുടെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു. हे पिता परमेश्वर के बारे में ज्ञान और विवेक इन पर हो जाए, और उस विवेक के लिए मैं प्रार्थना करके अनुग्रह देता हूं। യേശുവിനെ പോലെ പ്രാർത്ഥിക്കാൻ, യേശുവിന്റെ സ്ഥാനത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ ഓരോരുത്തരുടെ മേലും ദൈവകൃപ വ്യാപരിക്കട്ടെ. यीशु मसीह के जैसे प्रार्थना करने के लिए, यीशु की संस्था में प्रार्थना करने के लिए परमेश्वर ने सहायता करें। പരിശുദ്ധാത്മാവെ എല്ലാവരെയും സഹായിക്കണം. पवित्र आत्मा हम सभी को सहायता करे। യേശുവിൻ നാമത്തിൽ यीशु के नाम से मांगते हैं, आमीन। प्रेज़ द लॉर्ड। और आमीन। एक ഈ അവസരം आमीन, ठीक है। एक अच्छा संदेश के लिए परमेश्वर के दास को हम धन्यवाद देते हैं। काफी गड़बड़ी हुई है आज मीटिंग में, लेकिन हमारा मीटिंग बहुत अच्छा लगा। शैतान ने थोड़ा क्रिया कर लिया और थोड़ा नेटवर्क की प्रॉब्लम हो गई, कोई बात नहीं। हम आने वाले दिनों में भी पास्टर को बुलाएंगे और परमेश्वर के दास को बहुत आय से परमेश्वर उन्हें आशीर्वाद दे और अच्छा संदेश में आप उनके परिवार के लिए प्रार्थना करें। अभी हमारे मध्य में करीब काफी लोग आने वाला था, आज काफी गड़बड़ी हुई है, कोई बात नहीं। फिर भी साजन पास्टर करौली से हमारा मध्य में है, वो पहली बार आए हैं हमारे मीटिंग में और आज 321 दिन हुए, वो अभी हमारे मध्य में प्रार्थना करके
इस प्रार्थना का आशीर्वाद के साथ वो समाप्त करेंगे। वो साजन पास्टर भी आने वाले दिनों में हमारे मध्य में संदेश लेकर आएंगे, हम उनसे बातचीत करेंगे और आज वो प्रार्थना करके हमारे मध्य में आशीर्वाद बोले। आइए हम प्रार्थना करें। परमेश्वर की पवित्र हजूरी में सुना हुआ वचन के सामने अपने आप को समर्पित करते हुए हम प्रार्थना करें। यीशु मसीह के नमूना की बात प्रार्थना के रूप में हमारे बीच में प्रभु के श्रेष्ठ दास के द्वारा रखा है। हम से प्रार्थना करें, प्रभु मुझसे प्रार्थना करना सिखाना। उस प्रार्थना में हम लेवलिंग होकर आगे बढ़ने के लिए प्रभु सहायता करें। आइए हम प्रार्थना करें। सर्वशक्तिमान, प्रेमी, दयालु, जीवित और अनुग्रहकारी परमेश्वर, धन्यवाद करते प्रभु तेरी आत्मा की अगुवाई से तेरे दास के द्वारा हमारे बीच में दिया हुआ वचन के लिए हम धन्यवाद करते प्रभु। खुदावंद परमेश्वर यीशु मसीह, तूने हमारे लिए एक अच्छा नमूना दिया है, प्रार्थना की नमूना। हालेलुया। हमारे रास्ता तुझ पर हालेलुया बढ़ते जाने के लिए सहायता करने के लिए हम प्रार्थना करते हैं प्रभु। खुदावंद परमेश्वर यीशु मसीह, तू हमें आशीषित करने वाला परमेश्वर, इसलिए हम धन्यवाद करते प्रत्येक प्रभु का देश प्रति आज हमारे बीच में बचा हुआ प्रभु का दास बने त्यागराज के लिए हम धन्यवाद करते प्रभु। हालेलुया। तेरे दास को आशीष कर, उनकी सेवकाई को भी तेरे हाथों में सौंपते प्रभु। परमेश्वर की महिमा, अनुग्रह, आशीष उंडेल होते हुए परमेश्वर की सेवकाई में और बढ़ते जाने के लिए सहायता करने के लिए हम प्रार्थना करते हैं प्रभु। अनुग्रह दे, आशीष दे प्रभु। हालेलुया। प्रभु का दास हालेलुया प्रदेश के लिए हम धन्यवाद करते हैं प्रभु। हालेलुया। शारोन चर्च के लिए, उनकी सेवकाई के लिए, उनके परिवार के लिए हाथों में समर्पित करते हुए हम प्रार्थना करते हैं प्रभु। परमेश्वर दया कर, अनुग्रह दे, आशीष दे प्रभु। तेरे नाम की महिमा, अनुग्रह, आशीष उंडेल होने के लिए हम प्रार्थना। आज इस मीटिंग में हालेलुया शामिल हो हर एक परिवार के लिए हम प्रार्थना करते हैं। स्वर्गीय परमेश्वर की महिमा हर एक व्यक्ति के जीवन में हालेलुया बने रहने के लिए हम प्रार्थना करते हैं। कोई निराशा में, दुख में, प्रयास में, कष्ट में, कोई भी अवस्था में मसीह की बलवंत हाथ उन्हें संभालने के लिए, सहायता करने के लिए, छुटकारा देने के लिए, चंगाई देने के लिए हम प्रार्थना करते हैं प्रभु। अनुग्रह दे, आशीष दे प्रभु। हालेलुया। खुदा परमेश्वर संगति के लिए हम धन्यवाद करते हैं। अनुग्रह, आशीष उंडेल होने पाए प्रभु। तेरे नाम की महिमा के लिए जीने के लिए हमें सहायता, प्रार्थना में लेवलिंग होकर आगे बढ़ने के लिए हमें सहायता कर। ओ प्रेज द लॉर्ड। हालेलुया। यीशु मसीह से हालेलुया आशीष पाकर हम आगे बढ़ने के लिए हमें सहायता। हर बात के लिए हम धन्यवाद करते हैं प्रभु। खुदा परमेश्वर ने हमारा प्रार्थना को सुन लिया, धन्यवाद। सारे आदर, महिमा, जलाल सब कुछ तेरे प्रभु। ये विंध्य हमारा उद्धार करता, स्वीकार आने वाला जीवन दाता प्रभु यीशु मसीह के पवित्र बेटा नाम से मांगता ग्रहण कर पिता, आमीन। हमारे प्रभु यीशु मसीह के अनुग्रह, परमेश्वर के प्रेम, पवित्र आत्मा की सहभागिता आज से लेकर प्रभु यीशु मसीह की दूसरी आगमन तक होती रहे। आमीन, आमीन, आमीन। परमेश्वर Praise Lord. परमेश्वर आशीर्वाद दे और एबनेसर पास्टर को आगे भी हम समय देंगे और आपको परमेश्वर बहुत ऐसा आशीर्वाद दे। कल हमारा मीटिंग 8:15 बजे रहेंगे। कल और परसों फ्राइडे और सैटरडे 8:15 बजे रहेंगे। आप प्रार्थनाओं में आइए और जूम लिंक आपको आज वापस हम शेयर करेंगे। सभी को जय मसीह। थैंक यू साजन पास्टर। जय मसीह। सभी को जय मसीह। आमीन। सभी को जय मसीह। जय मसीह की। आज के लिए थोड़ा माफी मांगते हैं, हम थोड़ा टाइम में ऐसे गड़बड़ी हुई है। आप प्रार्थना करते रहे। आमीन।